മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അനായാസമായിട്ട് അഭിനയിക്കുന്ന നടൻ ഇപ്പോൾ വേറൊരു പുതിയ ഫഹദ് ഫാസിൽ എന്നും താരമാണല്ലോ മമ്മൂട്ടി. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറല്ല. ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് സോമേട്ടൻ ഇങ്ങനെ റിസൾട്ട് ഞാൻ ഓടിച്ചില്ല. സോമേട്ടൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ശരിക്കാണ് ചമ്മയാണ്. സോമേട്ടൻ മരിച്ചിട്ട് തിരുവല്ലയിലെ ആൾ കൂടി കൂട്ടൊന്നും ഇവിടെ ഒരു നടൻ മരിച്ചിട്ട് ആൾ കൂടിയിട്ടില്ല. പാറയിൽ ഒരു ജനക്കൂട്ടം പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരെ ഷൂട്ടിങ് നിർത്ത് പറഞ്ഞിട്ട് എല്ലാവരും എന്താണെന്നൊന്നും അറിയില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. ഈ ലാല് കാണിക്കുന്ന പ്രേമനശീലം അങ്ങനെയുള്ള കുറേ ഐറ്റം ഭയങ്കര പെർഫെക്ഷൻ കാണിക്കണം ജയറാം. അന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി ഞങ്ങൾക്ക് എല്ലാവർക്കും ജയറാമിനോട്. അതിൻ്റെ വൈഫിൻ്റെ അടുത്ത് എന്താ പറഞ്ഞ് ക്യാഷ് കൊടുക്കാൻ നേരത്ത് പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പൈസ ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് നാണമില്ല ഇവിടെ. ബിംസ് പരേഡൊക്കെ തുടങ്ങിയ കാലത്ത് ചേട്ടൻ ഏറ്റവും കൂടുതൽ അനുകരിച്ചിരുന്നത് സോമേട്ടനാന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആ സോമേട്ടനെ ഒന്ന് അനുകരിക്കാൻ പറ്റും? ഇപ്പോൾ സോമേട്ടൻ അനുകരിച്ചാൽ ശരിയാവില്ല. ഒന്നാമത് മിമിക്രി ആയിട്ടുള്ളൊരു ബന്ധം ടച്ച് വിട്ടിട്ട് ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിൽ അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഒന്നാമത് ടി വി ഒക്കെ നമ്മൾ ഓൺ ചെയ്താൽ അതിൻ്റെ അത് കംപ്ലീറ്റ് തമാശകളും അനുകരണവും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര പെർഫെക്ഷനിൽ ചെയ്യുന്ന പിള്ളേരാണ്. അന്ന് നമ്മൾ അക്കാലത്ത് ഗംഭീരമായിട്ട് കൈയടി വാങ്ങിച്ചിട്ട് കിട്ടിയിരുന്നു. പിന്നെ സോമേട്ടൻ എന്ന് പറയുന്നത് എനിക്ക് അല്ലാതെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് സുരേഷ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സത്യമാസിന് ശേഷം നായക നിരയിൽ സ്വാഭാവികതയോടുകൂടി അഭിനയിച്ച നടൻ ആദ്യം സോമേട്ടനാണ്. സോമേട്ടൻ്റെ വരവ് അങ്ങനെയായിരുന്നു. ശരിക്കും ഞങ്ങൾ അനൗൺസ് ചെയ്യണ ഒരു കൊടുങ്കാറ്റിൻ്റെ ആവേശത്തോടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഉജ്ജ്വല നടൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അനുകരിക്കണം തന്നെ. അപ്പോൾ സോമേട്ടൻ ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഗായത്രിയല്ല, ചട്ടക്കാരിയാണ്. ചട്ടക്കാരിൽ റിച്ചാർഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ രണ്ടോ മൂന്നോ സീനുള്ളൂ. പക്ഷേ ഇത് സ്വാഭാവികതയോടെ അല്ല സൈക്കിളൊക്കെ ചവിട്ടി വന്നല്ലേ. പിന്നെ സോമേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പുറത്ത് പത്മനാഭൻ്റെ ഇവിടെ വരെയും വിശ്വനാഥനും അല്ലെങ്കിൽ ഹർഷബാഷ്പത്തിലെ ക്യാരക്ടർ ആനപ്പാപ്പാനായിട്ട്, പിന്നെ അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയ തണല്, പിന്നെ ഒരു താളവട്ടം, പിന്നെ അവസാനം നമ്മളെയൊക്കെ വിഷമിപ്പിച്ച് കടന്നുപോയ ലേലം. സോമേട്ടൻ്റെ ഒരു വേഷം പോലും ശരിക്കും പറഞ്ഞാൽ പതറി പോയിട്ടില്ലല്ലോ. ഭയങ്കര സ്വാഭാവികതയോടുകൂടി എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ആരാധനയോട് ഞാൻ കണ്ട നടനാണ് സോമേട്ടൻ. എങ്ങനെയായിരുന്നു അതിന് ആദ്യം കാണുന്നത്? ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. സോമേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആലുവ പെരിയാർ ഹോട്ടലിൽ വെച്ചിട്ടാണ്. അവിടെ റിസപ്ഷനിൽ സുഹൃത്തിനെ കാത്തിരിക്കുമ്പോൾ രാവിലെ ഒരു 10 മണിക്കാട്ടെ പെട്ടെന്നൊരു മാരുതിക്കാർ വന്ന് നിന്ന ഇന്ന് ഇങ്ങനെ വെറുതെ നോക്കി കഴിഞ്ഞപ്പോൾ സോമേട്ടനും ഫാമിലിയും സോമേട്ടനും ഭാര്യയും കുട്ടികളും ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ എണീറ്റ് പോയി. സോമേട്ടൻ ഇങ്ങനെ റിസപ്ഷനിലോട്ട് ഞാൻ ഓടിച്ചില്ല. സോമേട്ടൻ എന്ന് പറഞ്ഞ് വിളിച്ചാൽ പുള്ളി എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ശരിക്കാണ് ചമ്മിയാണ്. ഞാൻ വീണ്ടും അവിടെ വന്നിരുന്നു. ഒന്നും പറയാനൊന്നും പോയില്ല. അവിടെ വന്നിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ നോക്കി ചിരിച്ചു. പിന്നെ അവിടെ എന്തൊക്കെ ബുക്കിൽ എഴുതിയിട്ട് റൂമെടുത്തിട്ട് ലിഫ്റ്റിനോട് പോകുമ്പോൾ സോമേട്ടൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു ചേച്ചി. അത് കഴിഞ്ഞിട്ട് സോമേട്ടൻ തിരിച്ചു ഞാൻ ഇരിക്കണത്. സോറി കേട്ടോ, ഞാൻ കലാമല്ല ആർട്ടിസ്റ്റാണല്ലേ, എനിക്കറിയില്ലായിരുന്നു, സുജാത പറഞ്ഞപ്പോഴാണെന്ന്. പിന്നെ ആ ഒരു ഡയലോഗിൽ തന്നെ ഞാൻ പിന്നെ സോമേട്ടൻ്റെ ഇതൊക്കെയാണ് മറന്നു. പിന്നെ പലപ്പോഴും പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എറണാകുളത്ത് വരുമ്പോൾ ഞാൻ ദ്വാരക ഹോട്ടലിലാണ് താമസിക്കണേ. ദ്വാരക അത് ഞാൻ മറക്കില്ല. കാരണം കേരളത്തിൽ അന്ന് വെജിറ്റേറിയൻ ഏക ബാർ ഹോട്ടലാണ്. സോമേട്ടൻ വെജിറ്റേറിയൻ ആണല്ലോ. സോമേട്ടൻ്റെ മദ്യപിക്കുന്ന ടച്ചിങ്സ് ഉഴുന്നുവട മസാല ദോശയൊക്കെ ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ സൗഹൃദം ഒന്നിച്ചുള്ള ഗൾഫ് യാത്രയും സിനിമയിൽ അങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ല ഒന്നിച്ച്. അദ്ദേഹം ലീഡ് ചെയ്തൊരു ഗൾഫ് യാത്ര ഉണ്ടായിരുന്നു അല്ലേ? 10-28 ദിവസം സോമേട്ടനെ അനുകരിച്ച് ഞാൻ വന്ന്. പിന്നെ സോമേട്ടൻ സെയിലേക്ക് ഞാൻ വരും. അങ്ങനെ കൊണ്ട് സോമേട്ടൻ അങ്ങനെ കേട്ട് വലിയ വിജയമായിരുന്ന പരിപാടി. എറണാകുളത്ത് വന്നാൽ എപ്പോഴും വിളിക്കും കാണും. അത് വലിയൊരു ദുഃഖമാണ് ഇപ്പോഴും. 25 കൊല്ലം കഴിഞ്ഞു മരിച്ചിട്ട്. ഈ ഡിസംബറിലാണെന്ന് തോന്നുന്നു. ഡിസംബർ 12 2 ദിവസം. ഇന്ന് നമ്മൾ 10-ാം തീയതിയാണ്. നാളെ കഴിഞ്ഞിട്ടാണ് 26 വർഷമെന്ന് തോന്നുന്നു. ഓർമ്മയുണ്ട് അവസാന സമയങ്ങൾ അദ്ദേഹത്തിന്? എനിക്കൊന്ന് അവസാനം ഐസിയിൽ ഞാൻ ലാസ്റ്റ് സോമേട്ടൻ പോയി കണ്ടല്ലോ. സോമേട്ടനെ ഞാൻ അന്ന് അൻസാർ ഡയറക്ടറുടെ പടം മന്ത്രിമാളിക മനസ്സമ്മതം ഇവിടെ കോതാങ്കലത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം പ്രസാദ് സാറുണ്ട്. അപ്പോൾ ആ പ്രസാദ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നീ സോമേട്ടനെ കാണാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞില്ല. എങ്കിൽ ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ച് നരേന്ദ്രപ്രസാദ് ഇനി മെഡിക്കൽ സയൻസിന് എന്തെങ്കിലും അത്ഭുതം നടക്കണം, അല്ല സോമേട്ടൻ രക്ഷപ്പെടില്ല എന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ
ഷൂട്ട് ചെയ്യേണ്ട അന്ന് പോകാൻ പറ്റില്ല, പിറ്റേ ദിവസം രാവിലെ അവിടെ ചെന്ന്. അപ്പോൾ അവർ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ ചില ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് കയറി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ സോമേട്ടൻ ഇങ്ങനെ കിടക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. വയറൊക്കെ ഇങ്ങനെ വീർത്ത് മുഖമൊക്കെ കറുത്തുപോയി, കണ്ണാണെങ്കിൽ മഞ്ഞച്ച്, വലിയ കണ്ണല്ലേ. കൈ കയറി പിടിച്ച് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ നിന്നെ വിളിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു, 25 വർഷം ആഘോഷിക്കാൻ പോണ്. 25അല്ല, പുള്ളി അതെ, സിനിമയിൽ വന്നതിൻ്റെ 25 വർഷം. അപ്പോൾ നിൻ്റെ ഒരു പ്രോഗ്രാമും അവിടെ ത്രൂ ഔട്ട് വേണമെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് നേരം സംസാരിച്ച് അങ്ങനെ പോകുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം മരിച്ചു സോമേട്ടൻ. പക്ഷേ ആ സംസാരത്തിൽ സോമേട്ടൻ മരിക്കുമെന്ന് എനിക്കൊരിക്കലും അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടായില്ല. സജി കൂടെ ഉണ്ടായിരുന്നു മകൻ. ഒരു വലിയ കലാകാരനെ കൂടിയല്ലേ നമുക്ക് നഷ്ടമാവുന്നല്ലേ? വലിയ കലാകാരൻ. അത് എനിക്കോണേ ജയനൊക്കെ മരിക്കണ ഒരു അപകടത്തിൽ മരിക്കുകയാണ്. ജയൻ കത്തി നിൽക്കുമ്പോൾ സമയത്ത് ആക്സിഡൻറ്റിൽ മരിച്ചു, ആൾ കുറേ കൂടി. പക്ഷെ സോമേട്ടൻ മരിച്ചിട്ട് തിരുവല്ലയിലെ ആൾ കൂടി കൂട്ടൊന്നും ഇവിടെ ഒരു നടൻ മരിച്ചിട്ട് ആൾ കൂടിയിട്ടില്ല. സുരേഷ് ഓർക്കണ്ട, അത്ര ജനം ഓർന്നു. എല്ലാ നടന്മാരും എത്തി അവിടെ, എത്താത്ത ആരുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ അങ്ങനെയാണ്. ഒരുപാട് ബന്ധങ്ങളുള്ള, ഒരുപാട് സൗഹൃദങ്ങൾ സൂക്ഷിച്ചിരുന്നു. പിന്നെ സോമേട്ടൻ്റെ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ സോമേട്ടൻ്റെ പോലീസ് ബന്ധം ഭയങ്കരമുള്ള SI CI ഒന്നുമല്ല, അതിന് വലിയ റാങ്കിലുള്ള. കല്യാണത്തിൻ്റെ അന്നായിരുന്നു തോന്നുന്നു പ്രേം നസീർ മരിച്ചത് അല്ലേ? അതെ, 1989 ജനുവരി 16 അന്നാണ് പ്രേം നസീർ മരിക്കുന്നത്. ഇന്ന് അദ്ദേഹം ഒരു മരണശയ്യയിൽ കിടക്കണമെന്നുള്ള ധാരണയൊന്നും ആർക്കില്ല. എന്തോ 5-ാം മണി വരെ അങ്ങനെ എന്തോ അല്ലേ. അല്ല, ഇതേപോലെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് ഈ മരണമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഇടമുണ്ട്. വേറെ എൻ്റെ ഒരു ഇതുണ്ട്. എൻ്റെ മകൻ്റെ വിവാഹത്തിന് അന്നാണ് സിദ്ദീഖ് മരിച്ചത്. ആദ്യത്തെ സിനിമ 1 മുതൽ 0 വരെയാണ്. അതെ. പക്ഷെ അതിന് മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാദ്യം ആർക്കും അറിയില്ല. സിനിമ പുറത്തു വന്നില്ല. അത് തോന്നില്ല. വരാൻ കാരണം ഒരു മരണമായിരുന്നു. വരാതിരിക്കാൻ കാരണം ഒരു മരണമാണ്. അയാളുടെ മരണം അറിയാം. ആരാണ്? ഇന്ദിരാഗാന്ധിയുടെ മരണം. എത്ര മരണമായിട്ട് റിലേറ്റ് ചെയ്ത വിഷയം നോക്ക്. അത് ഞാനെല്ലാം മരണമായിട്ട് റിലേറ്റ് കിടക്കണേ. അതേ സിനിമ അതെന്തായിരുന്നു ആ സംഭവം? അതിന് കാരണം സൈനുദ്ദീനാ. സൈനുദ്ദീനെ എടുത്ത് പറയണം, എൻ്റെ ഒരു കൂട്ടുകാരനോ സിനിമ എടുക്കുന്നുണ്ട്, നിനക്ക് പറ്റിയൊരു വേഷം ഉണ്ടായില്ല, കോളേജ് സ്റ്റുഡൻറ്റ്, നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ നീ ഞാൻ ഭയങ്കര സന്തോഷത്തിനെ കൊണ്ട് ഇവരെ കൂടി യാത്ര അയച്ച്, നാരായണൻകുട്ടി ജയറാമും സൈനുദ്ദീനെ കൂടി വേണം റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അയച്ച് പ്രൊഡ്യൂസർ എന്തൊരു സാധനം കൊണ്ട് തന്നാക്കിയിട്ട് പോയി അവിടെ ഇറങ്ങി. ദേവേട്ടനാണ് നായകൻ ആ പടത്തിൽ. അത് ദേവേട്ടനെ പരിചയപ്പെട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷനാണ് ദേവേട്ട, എങ്ങനെ അഭിനയിക്കണം, ക്യാമറയുടെ മുമ്പിൽ നിൽക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ താനെന്തിനു പഠിക്കണം, താൻ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് അല്ലേ, ഒന്നും നോക്കാറില്ല, അങ്ങനെ ചെയ്യാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ വന്ന് വിക്ടോറിയ കോളേജിലെ ലൊക്കേഷൻ പാലക്കാട്. ഈ ദേവേട്ടനുണ്ട് ഞങ്ങൾ തമ്മിൽ ഉടക്കണ ഒരു സീനാണ്, ഡയലോഗ് ഉണ്ട്. അപ്പോൾ ഡയലോഗ് പറഞ്ഞ് റിഹേഴ്സലൊക്കെ എടുത്ത് പക്കയാക്കി ടേക്കിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഡയറക്ടർ എല്ലാവരും റെഡി, എല്ലാവരും ഐറ്റപ്പ് പറയലും ഒരു ജനക്കൂട്ടം പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരെ ഷൂട്ടിംഗ് നിർത്ത് പറഞ്ഞിട്ട് എല്ലാവരും എന്താണെന്നൊന്നും അറിയില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്ന് ഓർക്കേണ്ട ഒരു കതറിട്ടൊരു പുള്ളിയാണ് പറയണേ. അന്ന് ആ പടം നിന്നിട്ട് പിറ്റേ ദിവസം ഷൂട്ട് നടന്നില്ല. പിന്നെ നാളെ തുടങ്ങും പറ്റുന്ന 2 ദിവസം നിൽക്കല്ലാതെ പിന്നെ പടം വെളിച്ചം കണ്ടില്ല. നിങ്ങളൊരു സോഡ കമ്പനി തുടങ്ങിയ കാര്യക്കാരൻ, സോഡ കമ്പനി അൻസാറുണ്ടായിരുന്നു, കലാഭവൻ അൻസാറുമായിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ കൗതുകം അതല്ല, ആ സോഡ കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇന്നത്തെ എല്ലാ മലയാള സിനിമയുടെ സൂപ്പർ താരം മമ്മൂക്കയായിരുന്നു. എന്തായിരുന്നു സംഭവം? അതെങ്ങനെയാണ് മമ്മൂക്കയൊക്കെ അതിനകത്ത് കണക്റ്റഡ് ആയത്? മമ്മൂട്ടി അല്ല, ഈ സോഡ കമ്പനി തുടങ്ങാൻ കാരണം എന്തായിരുന്നു? സോഡ കമ്പനി ഞങ്ങൾ പറയുന്നത് കളിക്കുമ്പോൾ ഞാൻ പൈസ ഒന്നും കിട്ടാത്ത പോരാഞ്ഞിട്ടാണ് സോഡ കമ്പനി. എനിക്കും അനുസാറിന് ഒരു ബിസിനസ് താല്പര്യമുണ്ട്, ഇതിന് ബിസിനസ് ചെയ്യടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ആരോ പറഞ്ഞു, ഈ സോഡ കമ്പനി പരിപാടി നല്ല പരിപാടിയാണ്, ഈ ബാറുകളിലൊക്കെ സോഡ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വിൽപ്പന കിട്ടും. ഈ ബാർ എപ്പോഴും ഒരു കുഴപ്പമാണ്. ബാർ ഒരു കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ബാറിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നിട്ട് അങ്ങനെ വന്നിട്ട് ഞാൻ അവസരം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറേ കോൺടാക്ട്സ് ഉണ്ടല്ലോ, ആ കോൺടാക്ട്സ് വെച്ചിട്ട് തുടങ്ങിയ പരിപാടി. ബാറിൽ കോൺടാക്ട്സ് ഒന്നുമില്ല, അല്ലാതെയുള്ള സൗഹൃദങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ നമുക്കൊരു സോഡക്ക് പേര് കിട്ടും, മിമിക് സോഡ, MIMIX. അങ്ങനെ ഞങ്ങൾ മണപ്പാട്ടിപ്പറമ്പിൽ ഒരു സ്ഥലത്ത് ഒരു ഓഫീസൊക്കെ സംഘടിപ്പിച്ച് വർക്ക് ഷർട്ടൊക്കെ. ആ സമയത്ത് വീടെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കണം സാർ റോഡിൽ തൊട്ടടുത്ത്, അതിൽ മമ്മൂട്ടിയാണ്. അപ്പോൾ അങ്ങനെ അൻസാറ് പിന്നെ പുള്ളിയായിട്ട് അടുപ്പമുണ്ടല്ലോ, അങ്ങനെ അൻസാറ് ചേട്ടൻ പുള്ളിയുടെ അടുത്ത സുഹൃത്താണ് ഷറഫ്. അങ്ങനെ വിളിച്ച് വന്നതാണ് പുള്ളി ഉദ്ഘാടനം ചെയ്തത്. അതിന് മുമ്പും ഒരു അദ്ദേഹത്തിനെ കണ്ടിട്ടില്ലേ? ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞാൻ പരിചയപ്പെട്ടു, അൻസാറ് പരിചയപ്പെട്ടു. ഞങ്ങൾ ഞാൻ വീട്ടിൽ പോയി. അല്ല, നിങ്ങളുടെ ഒരു കലോത്സവത്തിന് അല്ല, ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാമിന് ഞങ്ങളുടെ ആദ്യ പ്രോഗ്രാം ഫൈൻ ആർട്സ് ഹാളിൽ കയറുമ്പോൾ 81 കയറുമ്പോൾ
ഒരു സിനിമാടം വന്നു അവിടെ. ഈ കലാഭവൻ്റെ അല്ല, കലാപൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമിന് ഉദ്ഘാടനത്തിന് സിനിമാടനെത്തി. അത് ശ്രീനിവാസൻ. കൂടെ ഒരു പുതുമകാടനുണ്ട്, അതാണ് മമ്മൂട്ടി. പിന്നീട് മമ്മൂട്ടിയായിട്ട് പിന്നെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ചെറുതും വലുത് ചെറിയ വലിയ വേഷങ്ങളല്ല, നയം വ്യക്തമാക്കുന്നത് ഒരു നല്ല വേഷമാണ്. ത്രൂ ഔട്ട് അദ്ദേഹത്തിന്റെ ഒരു കമ്പാനിയനായിട്ട് അല്ലേ. അപ്പോൾ എന്തായിരുന്നു മമ്മൂക്ക എന്ന് പറയുന്ന, ഇപ്പോഴും സൗഹൃദം ഉണ്ടോ? അങ്ങനെ സൗഹൃദം എനിക്ക് തോന്നാറുണ്ട്, പക്ഷെ പുള്ളിക്ക് എന്നോട് തോന്നിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെന്താണ്? അല്ല, അങ്ങനെയാണ് പുള്ളി. ഒന്നാമത് പുള്ളി എല്ലാ സമയത്തും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറല്ല. ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, നല്ല മൂഡായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഇല്ലാത്ത രീതിയിലും പോകും പുള്ളി. അതുകൊണ്ട് എനിക്കിഷ്ടമാണ് പുള്ളിയെ. എന്നും താരമാണല്ലോ മമ്മൂട്ടി. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരെ ഇപ്പം ഇവിടെ വിലയിരുത്താം, അതിപ്പോൾ ആരായിരിക്കും? ഇഷ്ടപ്പെട്ട നടന്മാർ ഒരുപാട് പേരുണ്ട്. എൻ്റെ മനസ്സിൽ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് പഴശ്ശിരാജാണ്. ഇപ്പോൾ കൊട്ടാരക്കര ശ്രീധരനായർ, കുഞ്ഞാനച്ചനും ചെമ്മീനൊക്കെ കണ്ടിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ നടൻ. അത് എനിക്കെന്നല്ല എല്ലാവർക്കും. പിന്നെ വളരെ സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന ഉണ്ണിയേട്ടന സീറ്റ് ഇപ്പോഴും കിടക്കാൻ അവിടെ, ഒടിയൂർ ഉണ്ണികൃഷ്ണൻ്റെ, ശങ്കരാടി ചേട്ടൻ്റെ അല്ലേ. നടന്മാരെ വെച്ചിട്ട് നമ്മുടെ മലയാള സിനിമ സമ്പന്നമാണ്. അവിടെ വെച്ച് തീരുന്നു. പിന്നെ ഇങ്ങോട്ട് ആളുകൾ നായകനിരയിൽ ഇങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് അഭിനയിക്കാൻ പറയും. സത്യമാഷ് കഴിഞ്ഞിട്ട് സോമേട്ടനും മറ്റും. പിന്നെ നമ്മുടെ മനസ്സിൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അനായാസമായിട്ട് അഭിനയിക്കുന്ന നടൻ. ഇപ്പോൾ വേറൊരു പുതിയ ഫഹദ് ഫാസിൽ, സായിപ്പന്മാരുടെ അഭിനയമല്ല അദ്ദേഹത്തിൻ്റെ. കാരണം ഹോളിവുഡ് പാറ്റേൺ ആക്ടിങ് അല്ലേ, ഒക്കെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. ഈ മോഹൻലാലിനോടൊപ്പവും അഭിനയിച്ചിട്ടുണ്ട്. ഉള്ളടക്കം, ദൗത്യം. യുവർ ഗുഡ് നെയിം പ്ലീസ്? സണ്ണി ജോസഫ്. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. അങ്ങനെ കുഴപ്പക്കാരായ വേഷസ് ഒന്നുമില്ല, ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റേ ഇതിലൊക്കെ ഉണ്ട്, PT കുഞ്ഞോമേൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പരദേശി ഇതിലുണ്ടല്ലോ ദൃശ്യം ഒന്നുണ്ടായിരുന്നു. അദ്ദേഹമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? അദ്ദേഹം എനിക്ക് തോന്നിയേക്കണ എന്നും ഉള്ളടക്കമൊക്കെ ഉള്ളടക്കത്തിൽ ആ ഭ്രാന്തൻ വേഷം ഓർക്കുന്നു. അദ്ദേഹം എന്നും ഒരേ രീതിയിൽ പെരുമാറുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ മാന്യമായിട്ട് പെരുമാറുകയും കൂടെ നിന്ന് അഭിനയിക്കാൻ ഒരു പുതിയ ആളാണെങ്കിൽ പലരും പറഞ്ഞു കേട്ടേക്കണം. എനിക്കും അനുഭവം അങ്ങനെയാണ്. വളരെ സുഖമാണ് അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ. നമ്മളെ എൻകറേജ് ചെയ്യും, ഒരിക്കലും വിരട്ട് പേടിപ്പിക്കില്ല പുള്ളി അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്നും നല്ല പറയാനുള്ളത്. പിന്നെ പുള്ളിയൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞു അല്ലേ, എല്ലാ ടൈപ്പ് സംഭവങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ അങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനമാണെന്ന് പറയാം. വളരെ സജീവമായിരുന്ന ഒരു കാലഘട്ടമാണ് കലാഭവനിലുണ്ടായിരുന്നു. പക്ഷേ കലാഭവനിൽ നിന്ന് മാറി. അതെന്തായിരുന്നു? കലാഭവനിൽ നിന്ന് മാറിയിട്ടാണ് ജോക്സ് ഇന്ത്യ എന്ന് പറയുന്നത് സ്വന്തമായിട്ട്. കലാഭവനിൽ നിന്ന് മാറാൻ കാരണം വെച്ചാൽ 91-90 അന്നൊക്കെ എനിക്ക് സിനിമകളുണ്ട് കുറേ. ഈ നയം വ്യക്തമാക്കുന്ന ഉള്ളടക്കം ഇതൊക്കെ ചെയ്യണ സമയത്ത് ആകാശക്കോട്ടയിലെ സുൽത്താൻ, കടിഞ്ഞു കല്യാണം, കണ്ടിന്യൂസ് പടങ്ങളാണ്. അപ്പോൾ പ്രോഗ്രാമിന് വരാൻ പറ്റാതെ. അപ്പോൾ ആവേലച്ചൻ പറഞ്ഞ് ഇതിപ്പോൾ താനിങ്ങനെ ശരിയാവില്ല, താൻ തീരുമാനം കൊടുക്കണം. അത് പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറയാണ്. മിമിക്രിക്കാരുടെ ക്ലൈമാക്സ് സിനിമ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനങ്ങനെ സ്നേഹത്തോടുകൂടി തന്നെ പിരിഞ്ഞാണ്. പക്ഷേ എൻ്റെ കൂടെ എല്ലാവരും പോന്നു ആ പോരലിൽ. അന്നൊരു ഷിയാസ്, ബഷീർ, ഇടുക്കി രാജൻ, സൗണ്ട് ഓപ്പറേറ്റർ, ലൈറ്റ് ഓപ്പറേറ്റർ എല്ലാവരും എൻ്റെ കൂടെ പോന്നു. ഞാൻ ട്രൂപ്പ് തുടങ്ങിയപ്പോൾ ജോക്സ് ഇന്ത്യ. അത് നന്നായിട്ട് പോയി. 8 വർഷം. അതാണ് മറ്റേ ജാഫർ ഇടുക്കി. അപ്പോഴേക്ക് നമ്മുടെ എല്ലാമായിരുന്നു അതിൽ. ജാഫർ ഇടുക്കിയൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ ചേട്ടനാണ് അല്ലേ? അതെ, ജാഫർക്ക് ഞാൻ കൊണ്ടുവന്നല്ല, എൻ്റെ അടുത്തോട്ട് വന്ന ജാഫർ വരുന്നത് ഇടുക്കി രാജൻ്റെ നാട്ടിലൊരു ആളായിട്ട് വന്നിട്ട് എൻ്റെ പ്രോഗ്രാമൊക്കെ തൊടുപുഴ ഭാഗത്തുള്ളപ്പോൾ ജാഫർ സ്ഥിരം വരും. എന്നിട്ട് ജാഫർ തന്നെ നമ്മൾ ചോദിക്കാതെ സൗണ്ട് കർട്ടൻ കെട്ട, തമാശകൾ പറയുക, ഓപ്പറേറ്റർ മാറിക്കഴിഞ്ഞാൽ അവനെ ഓപ്പറേറ്റ് ചെയ്യും. ഞാനിങ്ങനെ ഒരു ശ്രദ്ധിച്ച് ഭയങ്കര ഹ്യൂമർ സെൻസ്. പിന്നെ പാട്ട് പാടുന്നു, അസാധ്യമായിട്ട് പാടുന്നു ജാഫർ, നല്ല പാട്ടുകാരൻ. അങ്ങനെ ഞാൻ ട്രൂപ്പിലെടുത്ത്. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ജാഫർ. ഞാൻ എന്ത് കാര്യം തീരുമാനിക്കണോ, എങ്ങോട്ട് പോകണോ എല്ലാം ജാഫറായിട്ട് ആലോചിച്ചിട്ട് ഒക്കെ ചെയ്യുള്ളൂ. ആ സൗഹൃദം ഒന്നും ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഒന്നിച്ചൊരു പടം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സിൻഡോസിനയുടെ പടം പുഞ്ചിരി മുറ്റത്തെട്ടിക്കോര. ഈ പറഞ്ഞ വലിയ നടനായി, നടനായി, ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യുന്നത് അല്ലേ. ഇപ്പോഴും ആ സ്നേഹവും പിന്നെ തീർച്ചയായിട്ടും. ജോക്സ് ഇന്നത് എന്തുകൊണ്ടാണ്? ജോക്സ് ഇന്ത്യ. അതൊക്കെയാണ് എൻ്റെ കുഴപ്പമൊന്നും. ഞാൻ ഒരു കാര്യമില്ലാണ്ട് നിർത്തി പെട്ടെന്ന് ട്രൂപ്പ്. അപ്പോൾ വലിയ കുഴപ്പക്കാരനൊന്നുമില്ല. എനിക്ക് തോന്നി ഇനിയിപ്പോൾ ആ ട്രൂപ്പ് അങ്ങനെ മതിയെന്ന് തോന്നി. എന്തെങ്കിലും ഒരു കാരണം കാണും. ഒരു കാര്യമില്ല അന്ന്. സത്യം എൻ്റെ ഓർമ്മയില്ലാതാണ്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമേ ആകെ പൊളിച്ചുള്ളൂ. അത് ജാഫറും കൊളംബിയ അടുത്ത് മിനിയാന്ന് ഞങ്ങൾ ലൊക്കേഷനിൽ സംസാരിച്ചുള്ളൂ. ഇവിടെ 2 ആർട്ടിസ്റ്റ് പെട്ടെന്ന് പോയി. അതിലൊന്ന് പോയ ഒരാൾ ഷാജോണാണ്, പറയാതെ പോയി കളഞ്ഞു. പിറ്റേ ദിവസം പ്രോഗ്രാമിന് പോയിട്ട് കാവ്യമാധവൻ്റെ നാട്ടിൽ നീലേശ്വരം അവിടെ പ്രോഗ്രാം
പരാജയപ്പെട്ടു. അത് വലിയ ഒരു വിഷമമായി പോയി. എന്താ കാര്യം? പിറ്റേ ദിവസം ഇവിടെ പ്രോഗ്രാം ഉണ്ട് കാഞ്ഞങ്ങാട്, അതിനിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അത് ഇവർ പോയതുകൊണ്ട് ഈ ഷാജോണും വേറൊരു ആർട്ടിസ്റ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാനസിക ആ സമയത്തായിട്ടാണ് ട്രൂപ്പ് നിർത്തണമെന്ന് എനിക്ക് തോന്നുന്നത്. അത് നിർത്തിയതാണ്. കലാഭവനിൽ നിന്ന് ഇരുന്നിട്ടാണ് ഷാജോൺ ഇങ്ങോട്ട് വരുന്നത് അല്ലേ? അല്ലല്ല, ഞാനെ വിളിച്ചുകൊണ്ടിരുന്നെ ഈ ഷാജോൺ. അതിനുശേഷം കലാഭവനിൽ എൻ്റെ ട്രൂപ്പിലൊരാൾ പോയപ്പോൾ വേറൊരു പാട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ കോട്ടയത്തൊരു ട്രൂപ്പ് ഉണ്ട്, 4 പിള്ളേർ നല്ല മിടുക്കന്മാരാണ്. ഞാൻ ജാഫർ മണിയും പോയിട്ട് കോട്ടയത്തൊരു ഹോട്ടലിൽ പോയി ഇവർ പ്രോഗ്രാം കണ്ടിട്ട് സ്റ്റേജിൽ നിന്ന് തന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞിങ്ങനെ വരാൻ പറഞ്ഞു. അപ്പോൾ കൂടെ പോകുന്നേ ഷാജോണും വേറൊരു ഷാജു. ശരിയാണ്. എൻ്റെ അടുത്ത് നിന്ന് പറയാതെയാണ് കലാഭവനിൽ പോയത്. ദേശീയപ്പോഴുണ്ട്? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. ഞങ്ങളൊന്നിച്ച് വലിയ സൗഹൃദം. അല്ലെങ്കിലും ഈ സുരേഷിനറിയാം, സിനിമയിലും കലാകാരന്മാരുടെ ഇടയിലൊന്നും വഴക്കിനൊന്നും വലിയ കാഠിന്യമൊന്നുമില്ല. അത് അല്ലേ, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇതായി പോകും. പറയുമ്പോൾ പറയുന്നല്ലാതെ ആർക്കാരോട് ദേഷ്യം ഒന്നുമില്ല. അതേപോലെ തന്നെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് ജയറാം. അതെ. പക്ഷേ പുള്ളിയുടെ ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങൾ പോലും, എന്നുവെച്ചാൽ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വരെ ആദ്യകാലത്ത് തുറന്നു പറഞ്ഞിരുന്ന ഒരു നടനാണ്. ജയറാമിനെ ആദ്യം കണ്ട സമയം ഓർമ്മയുണ്ടോ കലാഭവനിൽ? ജയറാമിനെ കലാഭവനിലല്ല, ജയറാമിനെ കലാഭവനിലോട്ട് കൊണ്ടുവന്നത് ഞാനാ. ആണല്ലേ? ആ. ഓ, അതെങ്ങനെയായിരുന്നു? അത് ലാല് പോയപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് ലാൽ. ആ, അപ്പോൾ ജയറാമിൻ്റെ ബ്രദർ യൂസി കോളേജിൽ സീനിയറായിട്ട് പഠിച്ചത് വെങ്കിട്ടരാമൻ, അദ്ദേഹം ഇല്ല. അപ്പോൾ വെങ്കിട്ടരാമൻ്റെ അനിയനാണെന്ന് എനിക്ക് ജയറാമൻ അറിയാം. അല്ല, ശ്രീശങ്കര കോളേജില്ലേ കാലടി, അവിടെ ഞങ്ങൾ വിസ്പർ കളിക്കാൻ വേണ്ടി പോയി. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം മൊത്തം ഒരു പയ്യൻ നിന്നിട്ട് കാണിക്കണം, 2 പേര് നിന്നിട്ട്. അപ്പോൾ ഞങ്ങൾ നിർത്താൻ പറഞ്ഞു പരിപാടി. അപ്പോൾ അത് ഈ ജയറാമാ. അപ്പോൾ കഴിഞ്ഞ് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലാല് കാണിക്കുന്ന പ്രേമനസീർ അങ്ങനെയുള്ള കുറേ ഐറ്റം ഭയങ്കര പെർഫെക്ഷൻ കാണിക്കണം ജയറാം. അന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി ഞങ്ങൾക്ക് എല്ലാവർക്കും ജയറാമിനോട്. പക്ഷേ ഈ ലാല് പോയിട്ട് ആംബുലൻസും ചോദിച്ച് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കത്തി എനിക്ക് ജയറാം. എനിക്ക് ജയറാമിനായിട്ട് ബന്ധപ്പെടാനൊരു മാർഗം കൂടിയുണ്ട്, വെങ്കിടിയുടെ അനീന എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നേ. കലാഭവനിലേക്ക് കൊണ്ടുവരുന്ന ശരിക്കും അല്ല, അതിപ്പോൾ ഞാനല്ലെങ്കിൽ ജയറാം ചിലപ്പോൾ കലാഭവനിൽ വന്നിരിക്കുക. ആ സമയത്ത് എനിക്ക് നിമിത്തം വരികയല്ലേ നമ്മളെ വഴി. ഇപ്പം KS പ്രസാദ് നമ്മളെ കൊണ്ടുവന്ന പോലെ അത് തന്നെ നിമിത്തമാണ് കൊണ്ടുവരികയാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിലോട്ട് എത്താനൊരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഗൾഫിൽ പോയിട്ട് ചെയ്ത പ്രോഗ്രാമിൻ്റെ വീഡിയോ കാസറ്റ് ഭയങ്കരമായിട്ട് എല്ലാവരും കാണുന്ന കൂട്ടത്തിൽ അനന്ത പത്മനാഭൻ കണ്ട്, പത്മനാഭൻ സാറിൻ്റെ മകൻ പപ്പൻ. അപ്പോൾ ആ സമയത്ത് അവരെല്ലാം അഭിനയിക്കാൻ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുക, പുതിയ ആളെ. അപ്പോൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ജയറാമിന് ചാൻസ് കിട്ടണേ. ആ ജയറാമിൻ്റെ അടുത്താണ് ആദ്യം പറയണത്, ഇങ്ങനെ പത്മനാഭൻ സാറ് വിളിച്ചിട്ടുണ്ട് പുതിയ പടത്തിൽ. അപ്പോൾ ഭയങ്കര സന്തോഷമായി, കാരണം ഏറ്റവും വലിയ ചാൻസ് കിട്ടാനില്ല. അപ്പോൾ നീ ഇത് അടുത്തും പറയണം, നമുക്ക് 2 പേരും അറിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഗൾഫിൽ പോകണേ. ഗൾഫിൽ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്, 2ാമത്തെ പ്രോഗ്രാമിന് പോയാണ്. ആദ്യത്തെ കഴിഞ്ഞു. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാനും സൈനും ജയറാമും എല്ലാം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സൈന്യത്തിന് ഞാനും ജയറാം. സൈനുവിൻ്റെ അടുത്തും പറയണമെന്ന് പറയും. വേണോ നമ്മൾ പറയാമെന്ന് സൈനുവിൻ്റെ അടുത്ത് പറഞ്ഞു. സൈനുവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൈനു ഇത് കാരണമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു എന്നൊരു പാട്ടില്ലേ, പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു. അപ്പോൾ അതിന് സൈന്യത്തെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞങ്ങൾ 3 പേരും ഇരിക്കുമ്പോൾ അതൊക്കെ പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാജനന്തരിച്ചു ഇങ്ങനെ പാടും. അപ്പോൾ ജയറാമിനൊരു ഞെട്ടലും പിന്നെ ചിരിയും ആൾക്കാരോട് ഇത് സ്ഥിരം പരിപാടിയായിട്ട് മാറ്റി സെലക്ട് ചെയ്തിട്ടുള്ളൂ അവിടെ. ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ട് സൈന്യത്തിൻ്റെ. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് തിരിച്ചു വന്നിട്ടാണ് പിന്നെ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറയാണ് ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. പിന്നെ ആലുവ ഒരു ബൂത്തിന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കണം. അപ്പോൾ പരമേശ്വര സാറേ എന്ന് വഴക്ക് പറയുകയൊക്കെ ചെയ്തു. ഇതിന് ഒരുപാട് പ്രാവശ്യം തന്നെ വിളിച്ച് കിട്ടിയില്ല. പിന്നെ പിറ്റേ ദിവസമായിട്ട് അപ്പം തന്നെ കയറിപ്പോയി ജയറാം. ആ ഒരു പോക്ക് പിന്നെ ഒരു കയറ്റമായിരുന്നു. ഈ ജയറാം സിനിമയിൽ കയറിയപ്പോൾ ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ചോദ്യം അതായിരുന്നു, ജയറാം ഇപ്പം എങ്ങനെ? ഞാൻ ജയറാമിനെന്താ, അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെ? അപ്പം അതെന്താ അങ്ങനെ ചോദിക്കുന്നറിയാം, നേരത്തെ കാര്യം തന്നെയാണ്. ഇപ്പം ജയറാമിന് വേണമെങ്കിൽ ചേട്ടനെ സിനിമയുടെ അകത്തേക്ക് കൊണ്ടുപോകാം. അകത്തേക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം നിർത്തി കുറേ നല്ല വേഷങ്ങളൊക്കെ തന്നൂടെ. ഇപ്പോൾ കലാമനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു വഴി കിട്ടുപോലെ. അപ്പോൾ ആ സ്വാഭാവികമായ അത് കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ജയറാമിൻ്റെ ഭാഗത്തുനിന്ന് പെരുമാറ്റത്തിലും കാര്യങ്ങളിലൊന്നും. പക്ഷേ ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നേരത്തെ ഇഷ്ടപ്പെട്ട നടന്മാർ ഇപ്പോൾ കൊട്ടാരക്കരയും ഒക്കെ പറഞ്ഞ സമയത്ത് ഒരാളുടെ പേര് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടിയില്ല. ഇന്ത്യൻ സിനിമയിലുള്ള ഇപ്പോഴും താങ്കളുടെ എവർ ഫാൻ ബോയ് ആണ് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചന് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം അദ്ദേഹത്തിനെ പോയി കണ്ടിട്ടുണ്ട്.
വളരെ ആവേശപൂർവ്വം. ആ കഥ അറിയാമല്ലേ? കേട്ടിട്ടുണ്ട്. അമിതാഭ് ബച്ചനെ അമിതാഭ് ബച്ചനെ ഞങ്ങൾ ബോംബെയിൽ പ്രോഗ്രാമിന് പോയിട്ടേ, ഞങ്ങൾ ഒരു പ്രോഗ്രാം ഷൺമുഖാനന്ദ ഹാളിലാണ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിൽ വിശ്രമം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട്, ബോംബെയിലുള്ള ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, അമിതാഭ് ബച്ചൻ്റെ നാളത്തെ പ്രോഗ്രാം റിഹേഴ്സൽ എടുക്കണമെന്ന് പറഞ്ഞു അവിടെ. അപ്പോൾ ഞാൻ ചാടി എണീറ്റ്. ഞാൻ പറഞ്ഞു അങ്ങനെയും ബച്ചനെ ഇപ്പോൾ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് നീ അവിടെ ഇരി, അത് കുഴപ്പമുണ്ടാക്കില്ല പറഞ്ഞോടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാവി മുണ്ടും കാവി ജുബ്ബയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റുള്ളൂ പരിചയം, എങ്ങനെയും കാണണം പുള്ളിയെന്ന് പറഞ്ഞു. അപ്പോൾ സെയിന് പറഞ്ഞു ഞാനും വരടാന്ന് പറഞ്ഞിട്ട് സെയിനും കൂടെ വന്ന് ഇവരൊക്കെ കൂടി പുറകെ വന്ന്. അപ്പോൾ സിദ്ദീഖ് പറയുന്നുണ്ട് പോലെ 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 എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ സെയിൻ്റെ അവിടെ ചെന്ന് നിന്ന്. അപ്പോൾ ഞാൻ നോക്കിയോ ബച്ചൻ റേസിൽ നോക്കണം, ഓർക്കസ്ട്ര ഗാനമേള. ആ സെക്യൂരിറ്റി എടുത്ത് ഞാൻ അറിയാവുന്ന ഹിന്ദിയിൽ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കൊച്ചിയിൽ നിന്നുള്ള വലിയ ട്രൂപ്പാണ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ ഇയാൾക്ക് ഈ സെക്യൂരിറ്റി മൊത്തം തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു സന്യാസി, അത്യാവശ്യം ഒരു ഇത്തിരി താടിയും കാവ്യം മുണ്ടും കാവ്യ ചുപ്പൊക്കെ ഉണ്ടല്ലോ, ഭസ്മമില്ല എന്നുള്ളൂ. അപ്പോൾ പുള്ളിക്ക് ആ ലെവൽ തോന്നിയെന്നോണെ പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ 2 പാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബ്രേക്ക് വന്നപ്പോൾ ബച്ചൻ്റെ അടുത്ത് പോയിട്ട് പുള്ളി ഇങ്ങനെ ഇതപ്പോൾ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ബച്ചൻ കൈ വെച്ച് കാണിക്കണം കയറി പറഞ്ഞ്. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഉമ്മാരാരുമില്ല, ഉമ്മാരൊക്കെ പോകളഞ്ഞ്. സിദ്ദീഖ് അവിടെ ഇരിപ്പുണ്ട്. ഈ ഷൈനും ലാലൊക്കെ വലിയ ധൈര്യത്തിൽ വന്നവരില്ല, ഒക്കെ പേടിച്ച് ഒക്കെ വിട്ട്. അങ്ങനെ ഞാൻ നേരെ കയറി സ്റ്റൈലോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അടക്കാമരത്തിന് അവിടെ പോയി ഇങ്ങോട്ടേക്ക് പോകണേ, അരക്കുള്ളൂ ബച്ചൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു കമ്മിങ് ഫ്രം കൊച്ചിൻ, വൺ ഓഫ് ദ ലീഡിങ് ട്രൂപ്പ് ഇൻ കേരള എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, കലാഭവൻ്റെ സംഭവമൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വെരി ഗുഡ് പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ വിശ്വാസമൊക്കെ പറഞ്ഞ് വളരെ ഇവിടെ തോളിൽ തട്ടി കൈയൊക്കെ തന്ന് കെട്ടിപ്പിടിച്ച്. അപ്പോൾ അന്ന് ഈ മൊബൈലൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാതെ തന്നു. അങ്ങനെ അവിടുന്ന് ഞാനിവിടെ ഇറങ്ങി ഭയങ്കര ഹാപ്പിയായി. നല്ല അത് കഴിഞ്ഞ് ഇവരൊക്കെ പോയല്ലോ. അപ്പോൾ സിദ്ദീഖ് അവിടെ ഇരുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉമ്മാരെ കൂടി വന്ന് മറിഞ്ഞേക്കായിരുന്നു എല്ലാവരും. അപ്പോൾ സിദ്ദീഖ് ഇങ്ങനെ ഇരിക്കുകയാണ് അന്തം വിട്ടിട്ട്. അപ്പോൾ സിദ്ദീഖിൻ്റെ അടുത്ത് വന്നിട്ട് ലാല് ചോദിച്ച് മാഷെന്ന് വിളിക്കണേ സിദ്ദീഖിനെ ലാല്. അപ്പോൾ മാഷെന്താ ഇങ്ങനെ എന്താ ആലോചിക്കണേ? അപ്പോൾ സിദ്ദീഖ് അല്ല ഞാൻ ഇവൻ്റെ മയ്യത്തെങ്ങനെ ആലോചിക്കുണ്ടോ എന്ന് ആലോചിക്കാറുണ്ട് റഹ്മാൻ്റെ. എന്താ അല്ല ഇവൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇവൻ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും സെക്യൂരിറ്റി അടുത്തൊന്നും പറയും, സെക്യൂരിറ്റി പോടാന്ന് പറയും, പിന്നെ ഇടിയാവും ബഹളവും. അവർ ടീമുണ്ടല്ലോ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവന് മയ്യത്ത് കൊണ്ടുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ദീഖിന് അങ്ങനെയാണ് ആലോചന പോയത്. ഈ വക ചിന്തകളൊക്കെയാണ്. അപ്പോൾ അതൊന്നും മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ. പിന്നീട് എപ്പോഴും കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്? ഇല്ല. മച്ചനെ ഇല്ലല്ല, അന്നാണ് ആദ്യമായിട്ട്. അതൊരു ഒന്നൊന്നര കാണലായിരുന്നല്ലേ? പക്ഷേ അത് നമുക്കൊരു പടമൊക്കെ എടുക്കേണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിനൊന്നും സാധ്യതയില്ല. ഇനിയിപ്പോൾ അവസരം ഉണ്ടല്ലോ. ഇന്നൊക്കെയാണ് കൂട്ടുകാരൻ എടുക്കൂല മൊബൈലിൽ. അതെ. ഇന്നിപ്പോൾ പിന്നെ അന്ന് നമ്മൾ ബച്ചനെ കാണുന്ന ആ പ്രോമിനൻസിന് ഇന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ അമിതാഭ് ബച്ചനൊക്കെ പലപ്പോഴും ഷൂട്ടിങ്ങിന് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആൾക്കാരായിട്ട് പരസ്യം ചെയ്യുന്നു അല്ലേ? അതെ. അന്ന് ബച്ചനൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു അപൂർവ മുഹൂർത്തങ്ങളാണ്. അത് ഞാൻ നേരത്തെ വിട്ടുവരും ആ ലിങ്ക്. ശരിക്കും നമ്മളത് പറഞ്ഞപ്പോൾ തന്നെ ഈ സോഡാ കമ്പനി പൂട്ടിയല്ലോ. പിന്നെ അതെന്താ കാര്യം? അത് സോഡാ കമ്പനി വിട്ടില്ല അല്ലേ? അല്ലല്ല, എന്താ ഭയങ്കര ഉദ്ഘാടനമൊക്കെ നടന്നു, ബാറിലൊക്കെ നമ്മൾ ഇത് ഏർപ്പാട് ചെയ്തു. പക്ഷേ ഇതെന്താ സംഭവിച്ചത്? പിന്നെ അല്ല, സോഡാ കമ്പനി പൂട്ടാൻ കാരണം നഷ്ടമായിപ്പോയി. കാരണം ഞങ്ങൾ പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കുപ്പികളൊന്നും തിരിച്ചു പോകുന്നില്ല, ബാറിൽ പോയ കുപ്പികൾ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഐസൊക്കെ അടിച്ചു പൊട്ടിക്കണം നമ്മുടെ കുപ്പി വെച്ചിട്ടാണ്. കുപ്പിയുടെ എഡ്ജിൽ ഇവിടെ ഒരു ഇത്തിരി ഗ്ലാസ് പോയി കഴിഞ്ഞ് പിന്നെ ആ കുപ്പി പോയി, വേസ്റ്റായി. അപ്പോൾ അങ്ങനെ കുപ്പി നഷ്ടത്തിൽ സോഡാ കമ്പനി പൂട്ടി. പിന്നെ ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ബിസിനസ് പലതും ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാതിരിക്കണം നല്ലത്. ആണല്ലേ? ബിസിനസ്സുകളെല്ലാം നമുക്ക് പരാജയമാണ്. പക്ഷേ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അത് നല്ലതായിരുന്നു. അത് പിന്നെ എൻ്റെ കൂടെ മിസ്സസും ഉണ്ട്. എനിക്ക് ലെമൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്, ഇപ്പോൾ കുറച്ചാലായിട്ട് ചെയ്യാറില്ല. അതൊക്കെ വിജയമാണ്. ബിസിനസ്സിൽ വളരെ ശ്രദ്ധിച്ചപ്പെട്ടൊരു ബിസിനസ് സൗദിയിലല്ല, ഷാർജയിൽ ഷാർജയിൽ ഹോട്ടൽ നടത്തി, പിന്നെ കപ്റ്റീരിയ നടത്തി. കപ്റ്റീരിയ അവസാനം കഴിഞ്ഞപ്പോൾ പൂട്ടി. കപ്റ്റീരിയ എന്ന് വെച്ചാൽ കപ്റ്റീരിയയിൽ ഇതിൻ്റെ മുതലാളിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അങ്ങനെ ചേട്ടൻ തന്നെയാണ് പോയിരിക്കുന്നത്? ഞാൻ പോയിരിക്കുമ്പോൾ കാഷ്യറായിരുന്നു അവിടെ ഇരിക്കും, കാശിലിരിക്കുമ്പോൾ അവിടെയൊക്കെ ഉണ്ട്. ഒരു ഒറ്റ ഷട്ടറാ, ഇന്ന് ഓർക്കണ്ട അതിൻ്റെ പേരൊക്കെ, ഡെൽമൻ കപ്റ്റീരിയ. ഭയങ്കര പേരാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ പലരും വരും, ചിലർ ചോദിക്കും എന്താ ഇവിടെ പ്രോഗ്രാം ഉണ്ടോ, ഷൂട്ടുണ്ടോ എന്നൊക്കെ. അവനില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിയും. കട നമ്മുടെ ഒന്നും പറയണമെന്നില്ല, അങ്ങനെ മാറി നിൽക്കും. ഒരു ദിവസം ഇവരെ കാശിലിരിക്കുമ്പോൾ ഒരു ഫാമിലി ഒന്ന് കയറിയിട്ട്
ഇങ്ങനെയൊന്നും ചിരിക്കണ്ട എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പോൾ അത് ഒരാൾ വന്നിട്ട് ഇവിടെ നമ്മൾ എൻ്റെ കടയാണ്. പുള്ളി വീണ്ടും പോയി അവിടെ പോയിരുന്നത്. അതിൻ്റെ വൈഫിൻ്റെ അടുത്ത് എന്താ പറഞ്ഞ് ക്യാഷ് കൊടുക്കാൻ നേരത്ത് പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പൈസ ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് നാണമില്ല ഇവിടെ ഈ ഇത് കാണാം. ഞാൻ ചെന്തേ ഇതിവിടെ കണ്ണൂർ ആ ഭാഗത്തുള്ള ഒരു വലിയ വിവരം വിദ്യാഭ്യാസം വേണമെന്നില്ല ചെയ്യാൻ. നിങ്ങൾ ഈ സിനിമയിലും പ്രോഗ്രാമും ചെയ്ത് എത്ര പേര് അറിയപ്പെടുന്ന ആളാണ്. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എൻ്റെ കടയിൽ വന്നിട്ട് എൻ്റെ ഭക്ഷണം കഴിച്ച് കാശ് നിന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്ന ആലോചിച്ച് നോക്കി. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ കഫ്റ്റീരിയയുടെ. അതിനുവേണ്ടി മാനസികം അല്ല വേറെ കാര്യമുണ്ട്. സുരേഷാണ് എൻ്റെ സ്ഥാനത്തിരിക്കണമെന്ന് ആലോചിച്ച് നോക്കണം. മാനസികമായിട്ട് തകർന്നു പോകും നമ്മൾ. നമ്മുടെ കടയിൽ വന്നിട്ട് നമ്മളെ ആക്ഷേപിക്കാമെന്ന് പറയുമ്പോഴേ തിരിച്ചൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയൊക്കെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണത് കൂട്ടിയത്. പിന്നെ ഇത് ബേസിക്കലി എനിക്ക് മനസ്സിലായി ഇത് കലാകാരന്മാർക്ക് പറ്റിയ പരിപാടിയല്ല. ബിസിനസ് ചെയ്യാം, അതിൻ്റെ രീതിയിൽ ചെയ്യാം. ആദ്യത്തെ പടം ഈ 1 മുതൽ 0 വരെ. ആദ്യത്തെ പടം ശരിക്കും അഭിനയിച്ച പടം പുറത്തൊന്നുമില്ലെങ്കിലും 1 മുതൽ 0 വരെയാണ് ആദ്യം അഭിനയിക്കുന്നത് അല്ലേ? അതിനകത്ത് ഈ ഒരു അദൃശ്യമായിട്ടെങ്കിലും ലാലേട്ടനുണ്ട് ആ പടത്തിൽ. ഉണ്ട്. ഒരു സീനിലാണ് ഏറ്റവും വരുന്നതെങ്കിൽ പോലും. ടി.കെ. രാജീവ്കുമാറിൻ്റെ പടമാണത്. അതെ, രാജീവ്കുമാറാണ് അതിലോട്ട് വരാനുള്ള കാരണം. എന്താണ് സംഭവം? രാജീവാണ് അസോസിയേറ്റ്. രാജീവ് എൻ്റെ ഞങ്ങൾ പരേഡ് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് എതിരെയുള്ള ട്രൂപ്പ് ഉണ്ടായി, സൂപ്പർ മിമിക്സ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത്. അത് ഞങ്ങളുടെ ഒരിക്കൽ അത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിൽ രാജീവ് നമ്മുടെ പാട്ടുകാരൻ ശ്രീരാം ബാലൻ ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ സൗഹൃദമുണ്ട്. രാജീവിൻ്റെയൊക്കെ ഒരു ഇത് പറയുമ്പോഴേ അന്ന് ഞങ്ങളുടെ കലാഭവൻ്റെ ട്രൂപ്പ് ഈ സൂപ്പർ മിമിക്സ് ട്രിവാൻഡ്രം ട്രൂപ്പേ ഉള്ളൂ. എന്നിട്ട് രാജീവ് ഞങ്ങളുടെ പ്രോഗ്രാം സെനറ്റ് ഹാളിൽ ബുക്ക് ചെയ്ത്. അതൊക്കെയാണ് ബന്ധങ്ങളുടെ ഒരു വിലയെ. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ 1 മുതൽ 0 വരെ. അതിന് ശേഷം അപ്പോൾ അതിനൊരു ക്യാരക്ടർ വന്നപ്പോൾ രാജീവാണ് സജസ്റ്റ് ചെയ്യണം എന്നെ വിളിക്കാൻ. അതിനകത്ത് വെയിറ്ററല്ലേ? വെയിറ്ററാണ്. വെയിറ്റർ എന്ന് വെച്ചാൽ ഐസ്ക്രീം പാർലറല്ലേ? ഐസ്ക്രീം പാർലർ. അതിലെ ഒരു ക്യാരക്ടറാണത്. എന്ന് വെച്ചാൽ ഈ ഷാരിയും ആശാചാരാൻ കൂടി ചെക്കനോട് ഒരു പറഞ്ഞിട്ട് വന്നേക്കണതാണ്. ആദ്യം ഞാനാണ് തെറ്റിദ്ധരിക്കും, മുകേഷാണ് ശരിക്കും വരണ്ടേ. അതായിരുന്നു ആദ്യത്തെ സിനിമ. പക്ഷെ രണ്ടാമത്തെയാണ് ഈ പറഞ്ഞ പോലെ ജാലകം എന്ന് പറയുന്നത്. അതിനകത്തൊരു നല്ല പിന്നെ മൂന്നാമത് ചെയ്തത് ബാലചന്ദ്രൻ്റെ സ്ക്രിപ്റ്റാട്ടാ. ഊഴം. മറ്റേ അശോകനുണ്ട്, ഹരികുമാർ. ഊഴത്തിൽ ദേവേട്ടനായിരുന്നു അല്ലേ? ജാലകത്തിലാണ് അശോകൻ. തെറ്റിപ്പോയതാണ്. പിന്നീട് ഇങ്ങോട്ട് തിരക്കുള്ള സിനിമകൾ ഒരുപാടുണ്ടെങ്കിൽ ചെയ്തു പടം. പക്ഷെ എനിക്ക് ഏറ്റവും അവസാനം ആ ഒരു മുക്രിയുടെ വേഷം 2 അത് നല്ല നല്ലൊരു ക്യാരക്ടറായിരുന്നു. ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല. നല്ലൊരു വേഷമായിരുന്നു. അത് OTT-ലും വന്നില്ല. ഒരു മുക്രിയുടെ എനിക്ക് കിട്ടിസ് അവാർഡ് കിട്ടിയിരുന്നു അതിൽ. ഒരു പക്ഷേ ചേട്ടൻ അങ്ങനെ തോന്നലുണ്ടോ ഇങ്ങനെ ഇത്രയും കാലം കലാരംഗത്തൊക്കെ ഉണ്ടായിരുന്നിട്ടും നല്ല വേഷങ്ങൾ കിട്ടുന്നു? നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ആ പടങ്ങളൊന്നും ഓടിയിട്ടില്ല. ഡെഫേദാർ എന്ന് പറഞ്ഞ സിനിമ നല്ല വേഷമായിരുന്നു. അതെ അതെ, അത് നല്ല ഡിഫറെൻ്റ് ഒരു ഗെറ്റപ്പൊക്കെയാണ് അത്. പിന്നെ ഞാനും രാജേഷ് ശർമ്മ ചെയ്തൊരു പടമുണ്ട്, തുരീയം. അങ്ങനെ കുറേ സിനിമകളുണ്ട്. പിന്നെ റേഡിയോ. ഇപ്പം കുറേ നല്ല സിനിമകൾ വരുന്നുണ്ട്. ചെയ്ത 1-2 സിനിമ ഇറങ്ങാനുണ്ട്. നല്ല വേഷങ്ങൾക്ക് വിളിക്കുന്നുണ്ടെന്നോ? നല്ല വിഷമമുണ്ടെന്ന് ഞാൻ ചോദിച്ചത്. നല്ല വേഷം അതിൽ വിഷമമുണ്ട്. പിന്നെ ഉണ്ടല്ലേ? ഒരുപാട് സൗഹൃദങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര സൗഹൃദങ്ങൾ. അതെ അതെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ. ഒന്നാമത് ആദ്യം പറ്റിയെന്ന് വെച്ചാൽ ഞാനൊരു കൊമേഡിയനല്ല ആക്ച്വലി. പരേഡിൽ വന്നെന്ന് വിചാരിച്ചു. മ്യൂസിക് പരേഡിൽ ഞാൻ വളരെ സീരിയസ് കോമഡിയാണ് ചെയ്തിരുന്നത്. സൈനുദ്ദീനൊക്കെയാണ് കൊമേഡിയൻ ശരിക്കും. സിദ്ദീഖ് നല്ല കൊമേഡിയനാണ് സ്റ്റൈൽ. അപ്പോൾ ഈ പരേഡിൽ നിന്ന് സിനിമയിലെത്തിയപ്പോൾ അതിൻ്റെ ഒരു ദൂഷ്യവശമായിട്ട് എനിക്ക് തോന്നണേ, എനിക്ക് നല്ല വേഷങ്ങൾ, ഗൗരവ സ്വഭാവമുള്ള അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ തരാൻ പലരും മടിച്ചു. ഇപ്പോൾ പിന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കലാഭവനിൽ നിന്നാണല്ലോ എത്രയോ പേര് പിന്നീട് സിനിമയിലേക്ക്. കലാഭവനിലും അല്ലാതെയും 2 മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ട് വന്ന 2 പേര് ദേശീയ അവാർഡ് മേടിച്ചില്ലേ? സലീംകുമാർ, സുരാജ് വെഞ്ഞാറമൂട്. പിന്നീട് ഒരുപാട് മിമിക്രി വലിയ ഉദാത്തമായ കലയാണെന്നേ. മണിക്ക് തന്നെ പ്രത്യേക പരാമർശം. മണി എന്ത് വലിയ കലാകാരനായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേര്. എനിക്ക് കലാഭവനിലേക്ക് അമ്പിളിച്ചേട്ടനെ കൊണ്ടുവന്ന ചേട്ടനാണെന്ന് തോന്നുന്നു. രസകരമായ ഒരു ഓർമ്മയാണത്. അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയും, ഒരുപാട് പേര് കലാഭവനിൽ സിനിമയിലെത്തി, കലാഭവനിൽ വന്ന അഭിലചന പരിചയപ്പെടണമെന്നൊക്കെ പറയും. ആ ഒരു 90 കാലഘട്ടത്തിൽ ഞാൻ അമ്പിളിച്ചേട്ടൻ തമ്മിൽ വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒരുപാട് പടങ്ങൾ ഒന്നിച്ച് ചെയ്തു. അപ്പോൾ അന്ന് ക്യൂൻസ് ഹോട്ടലിൽ ഇവിടെ താമസിക്കണം എറണാകുളത്ത്. ക്യൂൻസിലെപ്പോൾ വന്നാലും ലാൻഡ് ഫോണിൽ വിളിക്കും, വരാൻ പറയും. അങ്ങനെ ഞങ്ങൾ കാണും. അങ്ങനെ ഒരു ദിവസം അമ്പിളിച്ചേട്ടനായിട്ട് അന്ന് എന്നും ഓർക്കുന്നുണ്ട്. അമ്പിളിച്ചേട്ടൻ ശബരിമലക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയൊക്കെ ഇട്ടിട്ട് കാവ്യൊക്കെ എടുത്തത് വസ്ത്രമൊക്കെയാണ്. അങ്ങനെ ആഭിലച്ചനടുത്ത് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഈ കലാഭവനിലോട്ട് കയറുമ്പോൾ ഈ അച്ഛന് വന്നവരൊക്കെ കാണാം.
ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി അച്ഛൻ്റെ പുറകെ കൂടെയാണ് നമ്മൾ ഓഫീസിലോട്ട് കയറണം. അപ്പോൾ ഇങ്ങനെ ഞാനും അമ്പിളിച്ചേട്ടനും കൂടി വന്ന് കയറണം. കയറി കഴിഞ്ഞപ്പോൾ അച്ഛൻ വലിയ മൈൻഡൊന്നുമില്ല. അച്ഛൻ വേറെ എന്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്പിളിച്ചേട്ടനോട് തിരിക്കാൻ ഇരുന്ന്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ വന്നിരുന്നപ്പോൾ തന്നെ അവിടെ ഉള്ള പെണ്ണുങ്ങളും ഇവരൊക്കെ ഇതായി. പിന്നെ എനിക്കൊന്ന് പറയാൻ കാപ്പിട്ടുള്ളൂ ഇങ്ങനെ പരിചയപ്പെടുത്താനേ, ജഗദീഷ് ശ്രീകുമാർ. ഇടയ്ക്കൊരു ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞു ഇത് ജഗദീഷ് ശ്രീകുമാർ. എന്നിട്ട് മറ്റേ വെൽസി മറ്റേ കാര്യം വേറെ കാര്യമൊക്കെയാണ്, ഓഫീസിൻ്റെ കാര്യമൊക്കെയാണ് സംസാരിക്കണം. അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് ഇതാക്കണം. പിന്നെ അമ്പിളിച്ചേട്ടനായതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാ ടൈപ്പ് ആൾക്കാരും ഡീൽ ചെയ്യുമല്ലോ. പെട്ടെന്ന് ആളാണ് കൂടി, ജനലിലൊക്കെ വന്ന് 3 ജനലുണ്ട്. 3 ജനലിലൊക്കെ ആൾക്കാർ എത്തി നോക്കലും ചവിട്ടി കയറാണ് അമ്പിളിച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അച്ഛനെ പിടി കിട്ടി, ഇത് ആള്. അച്ഛൻ സിനിമ ഒന്നും കാണില്ലേ. അപ്പം അച്ഛൻ പതുക്കെ തന്നെ പുറത്തോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് ജഗദീഷ് കുമാർ പ്രശസ്ത ജഗതി, ഞാൻ വേറൊരു ചിന്തയിലായിപ്പോൾ, ഞാൻ എത്രയോ സിനിമകളാണ് കണ്ടിരിക്കുന്നു, നല്ല അഭിനയം, ഭയങ്കര വർത്തമാനം അച്ഛനായിട്ട്, അല്ല അമ്പിളിച്ചേട്ടനായിട്ട്. പിന്നെ അമ്പിളിച്ചേട്ടന് ചായ വരുത്തുന്നു, പരിപ്പോടൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന്, മോളിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് അച്ഛൻ ഇതൊക്കെ മാറ്റി തിരിച്ച് കാറി കൊണ്ട് കയറ്റി ഒരു ഇതിൽ പോകുന്നു. അത് അമ്പിളിച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞ് എന്നെ കളിയാക്കി കുറഞ്ഞു, നിൻ്റെ ഒരു അച്ഛൻ വന്നിട്ട് മനസ്സിലാകയില്ല. അച്ഛൻ പക്ഷേ സിനിമ കാണാറില്ലല്ലേ? അങ്ങനെ അച്ഛൻ സിനിമ അങ്ങനെ കാണാറില്ല. അല്ലെങ്കിൽ പിന്നെ അമ്പിളിച്ചേട്ടൻ അറിയാമായിരിക്കുമോ? അതെ, അമ്പിളിച്ചേട്ടൻ അറിയാത്ത മലയാളി ഉണ്ടാവുമോ? അല്ലേ? ഇന്നുണ്ടാകാം ചിലപ്പോൾ. ഒരു മിമിക്രി കലാകാരനായിട്ടാണ് തുടക്കം. പിന്നീട് ആ വേദികളാണ് നിറഞ്ഞത്. സിനിമയിൽ വന്നു, പിന്നെ കുറേ ബിസിനസ്സൊക്കെ ചെയ്ത് ഈ പറഞ്ഞ കണക്ക് എല്ലാം പരാജയങ്ങളായിരുന്നു. പക്ഷേ ഈ എന്തെങ്കിലും നമുക്ക് സിനിമ നടനല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാനൊരാഗ്രഹം ഉണ്ടോ ഇപ്പോഴോ? ഒന്നുമില്ല, ചെയ്യൂല, ഇനി ചെയ്യില്ല. കാരണം വെച്ചാൽ അനുഭവങ്ങൾ ആണ് ഗുരു എന്ന് പറഞ്ഞു വിട്ട് ഞാനത് പഠിച്ചു. കാരണം നമുക്ക് പറ്റിയൊരു പരിപാടിയല്ല അത്. നമുക്ക് പറഞ്ഞേക്കണത് ഇത് തന്നെയാണ്. ഇപ്പോൾ അതിൽ തന്നെ ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ട, അതുകൊണ്ട് അത്യാവശ്യത്തിന് വർക്ക് വരുന്നുണ്ട്. അതാണ് നല്ലത്. നമ്മൾ വെറുതെ മട്ട് കാണിച്ചൊക്കെ മണ്ടത്തങ്ങളായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഇതിന് നിൽക്കുമ്പോൾ വീണ്ടും ഒരു ബിസിനസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ഇല്ലായിരുന്നു. മിമിക്രി കലാകാരനാണ്, നല്ല നടനാണെന്നൊക്കെ ശരിയാണ്. പക്ഷേ പാട്ട് ഇഷ്ടമാണ്. പാട്ട് ഇഷ്ടപ്പെടുന്നതല്ല, നല്ല വരികൾ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ അല്ലേ? സംഗീതം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവോ? അതില്ല. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടം. ഒരു പാട്ട് കേട്ടാൽ ഇത് ആരാണ് സംവിധാനം, സംഗീത സംവിധാനം കുറേയൊക്കെ പറയാൻ പറ്റും. പക്ഷേ എന്നാലും വലിയ ഉസ്താദാ സിദ്ദീഖ്. അയ്യോ, അത് രക്ഷയില്ല. അത് വരി വരും കറക്റ്റായിട്ട് പറഞ്ഞോളൂ, ഏത് പടം അതൊക്കെ. പക്ഷെ നന്നായിട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പാടൊന്നുമില്ല, വെറുതെ ഇരിക്കും സുരേഷ് ചുമ്മാ. അങ്ങനെയൊന്നുമല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു പാട്ട്, ആ പാട്ട് പാടി ഈ മനോഹരമായ സംഭാഷണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ. നേരത്തെ മിമിക്രി കാണിക്കാൻ പറഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. അതെ. അപ്പോൾ എന്നിട്ട് ഒരു മിമിക്രികളെ കാണിച്ച് അവസാനിപ്പിക്കും. അയ്യോ വേണ്ട, 2 വരി പാടാം. അത് ജയേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പി ജയേന്ദ്രൻ. ജയേട്ടനൊരു പാട്ടുണ്ട്, സ്വാമി മ്യൂസിക് ചെയ്ത. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. അത് മതി. സ്വാമിയാണ് സംഗീതം. ഒരു ഹിന്ദി പാട്ടോടെ പാടാം. ഇല്ല, ഇത് തന്നെ, ഇത് വിടണ്ട കേട്ടോ, കട്ട് ചെയ്തേക്ക്. അത് പറ്റില്ല, ഇതേ ഇടത്തുള്ളൂ ആദ്യം. അപ്പം പാട്ട് പാടാനായിട്ട് ഇനിയും കഴിയട്ടെ, ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടട്ടെ. പാട്ട് പാടാൻ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, അഭിനയിക്കാൻ നല്ല വേഷങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ. എല്ലാവരും ഇത് വാക്കുകൾ കേൾക്കട്ടെ. അഭിനയ സാധ്യതയുള്ള ഒരുപാട് വേഷങ്ങൾക്ക് ചെയ്യാൻ ഇനിയാണ് സമയം, അല്ലേ? നല്ല വേഷങ്ങൾ ചെയ്യാൻ ഒരുപാട് പേര് വിളിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതവും നേരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു.